നമ്മുടെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കാം. 96-ാം സങ്കീർത്തനം അതിന്റെ 1-2 വാക്യങ്ങൾ. And for today's meditation, let us turn our attention to Psalm 96 verses 1 and 2. 96-ാം സങ്കീർത്തനത്തിലെ 1-2 വാക്യങ്ങൾ. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുകയും സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുകയും യഹോവയ്ക്ക് പാടി അവന്റെ നാമത്തെ വാഴ്ത്തുകയും നാൾതോറും അവന്റെ രക്ഷയെ പ്രസിദ്ധമാക്കുകയും. Sing to the Lord a new song, sing to the Lord all the earth, sing to the Lord, praise his name, proclaim his salvation day after day. ഇംഗ്ലീഷിൽ നാം ഗാനങ്ങൾ പാടി കർത്താവിനെ ആരാധിച്ചപ്പോൾ പാടുന്നതിന്റെ പ്രത്യേകതയെ പറ്റി നമുക്ക് പാടുവാനായിട്ട് ഇടയായി. And when we were singing songs in English, we understood about the importance of singing praises to God. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ഈ ദൈവവചനം ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ ചിന്തയിലേക്ക് കടന്നു വന്ന 1-2 കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് എന്റെ വാക്കിൽ അവസാനിപ്പിക്കും. Last night, as I was meditating from this portion, there are a few thoughts that came that I would like to share. പാട്ടെന്ന് പറയുന്നത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. Everyone is happy about hearing a song. ദൈവത്തിന്റെ വചനത്തിലെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, സുഖം അനുഭവിക്കുന്നവൻ പാട്ട് പാടട്ടെ. And those who experience joy should sing a song. കഷ്ടത അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കണമെന്ന് അവിടെ പറയുന്നുണ്ട്. And those who are in distress should pray. നാം കഷ്ടങ്ങൾ കൂടി കടന്നു പോകുമ്പോഴും ഭാരങ്ങളുടെ നടുവിലായിരിക്കുമ്പോഴും ഒരു നല്ല പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ആനന്ദമാണ്. Even when we go through the distress in our lives, when we hear a good song, it is comforting. ജോലിയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നെങ്കിലും അതിന്റെ മധ്യത്തിൽ ഒരു മൂളിപ്പാട്ട് പാടിക്കൊണ്ട് നിൽക്കുവാൻ കഴിയുന്നെങ്കിൽ അവിടെ ആശ്വാസമാണ്. And if you are going through problems in your job and if you are just humming a song, it will be a comfort in your life. ദൈവത്തിന്റെ വചനം ഉടനീളം പരിശോധിക്കുമ്പോൾ അനേകർ പാട്ടുപാടിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. Throughout the word of God, as we examine, we see many people sing a song. എന്നാൽ എല്ലാ പാട്ടുകളും നിങ്ങളുടെ മുമ്പിൽ വെക്കണമെങ്കിൽ പല ദിവസങ്ങൾ വേണ്ടി വരും. But if I were to bring you every song that has been sung, there are many days in front of അതിൽ me. സെലക്ട് ചെയ്ത ചില ഗാനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുവാനാണ് ഇതുപോലെ ഞാൻ താല്പര്യപ്പെടുന്നത്. But I would like to bring before you a few selected songs. ഒന്നാമത്തെ ഗാനം നാം കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. The first song that we read is in Genesis. ഉൽപ്പത്തി പുസ്തകം എന്ന് പറയുന്ന അനേക കാര്യങ്ങളുടെ ഉൽപ്പത്തി നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. We see the beginning of many things in the book of Genesis. സൃഷ്ടിയുടെ ഉൽപ്പത്തി നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. We see the beginning of creation. ജീവന്റെ ഉൽപ്പത്തി നമുക്ക് അവിടെ കാണുവാനായിട്ട് We കഴിയുന്നുണ്ട്. see the beginning of life. അനുസരണക്കേടിന്റെ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. And we see the beginning of mischief. അവിടെ മുമ്പോട്ട് കടന്നു വരുമ്പോൾ അനേക കാര്യങ്ങൾ ആദ്യമായി സംഭവിക്കുന്ന ഒരു പുസ്തകത്തിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നു. So in Genesis we see that it is a book of creation, a book of beginning. മൂന്നാം അധ്യായത്തിൽ വായിക്കുമ്പോൾ തയ്യൽ ആരംഭിച്ചത് ഉൽപ്പത്തി പുസ്തകത്തിലാണെന്ന് വായിക്കാൻ കഴിയുന്നുണ്ട്. And we read in chapter 3 that tailoring started in Genesis chapter 3. ഒരു കുഞ്ഞ് സൺഡേ സ്കൂളിൽ പഠിച്ചപ്പോൾ ആ കുട്ടി പ്രകാരം പറയാനായിട്ട് ഇടയായി. A young boy, as he was studying in Sunday school, he said like this. ഉൽപ്പത്തി പുസ്തകത്തിൽ ആ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചപ്പോൾ കുട്ടി പ്രകാരം പറഞ്ഞു. And as he was being taught from Genesis, he said like this. ഹൈഡ് ആൻഡ് സീക്ക് ആദ്യമേ ഉണ്ടായത് ആ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നു എന്നാണ്. Hide and seek was first played in the book of Genesis. ഇപ്പോൾ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് തമ്മിലാണ് കളിക്കുന്നത്. Why, when you play hide and seek nowadays, they play between children. അന്ന് ഒളിച്ചോടിപ്പോയത് ആദാമും ഹവ്വയുമാണ്. And back then, who was hiding was Adam and Eve. എന്നാൽ അവരെ കണ്ടുപിടിപ്പാതിന് ഒരുപ്പെട്ടത് ദൈവമാണ്. But who started seeking after them is God. എന്നാൽ ഞാൻ പറയട്ടെ, പാട്ടിന്റെ ഉൽപ്പത്തി ആ പുസ്തകത്തിൽ But തന്നെയാണ്. let me also tell you that the beginning of a song is also in Genesis. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 23-24 വാക്യം വായിക്കുമ്പോൾ ആദ്യത്തെ പാട്ട് നമുക്ക് കാണുവാനായിട്ട് We see കഴിയുന്നു. the first song in chapter 4 of Genesis and verses 23 and 24. ആരെങ്കിലും എടുത്തുകൊണ്ടു വായിക്കാട്ടെ. എന്റെ മുഴുവന് പകരം ഞാൻ ഒരു പുരുഷനെയും എന്റെ വരിക്കിന് പകരം യുവാവിനെയും കൊല്ലും. കയ്യിന് വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമത്തിന് വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും. ഇവിടെ നാം വായിക്കുന്നത് ലാമേക്കിന്റെ ഒരു പാട്ടാണ് നമ്മൾ വായിക്കാനായിട്ട് ഇടയായിത്തീരുന്നത്. What we just read here is a song that Lamech sings. ആ ലാമേക്കിന് 2 ഭാര്യമാരുണ്ടായിരുന്നതായിട്ട് അവിടെ വായിക്കുന്നുണ്ട്. We read here that Lamech had 2 wives. അപ്പോഴത്തെ പ്രശ്നം നമുക്കറിയാവുന്നതാണ്. And we know the problems there. ആദ്യം സില്ലയും അഡ്രസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് പാടുന്നത്. And he is singing to his wives Ada and Zillah. അവൻ പറയുന്നത് അവന്റെ മുറിവിന് പകരം ഒരു പുരുഷനെയും And he says that I have killed a man for wounding me. അവന്റെ പരിക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലുമെന്നാണ് ഞാൻ പാടുന്നത്. He says that I'll be killing a young man for the wound that he had inflicted on me. അടുത്ത വാക്യത്തിൽ വായിക്കുന്ന കയ്യിന് വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമേക്കിന് വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യുമെന്നാണ് ഞാൻ പാടുന്നത്. And then he sings that if Cain avenged 7 times, then Lamech 77 times. ഇവിടെ നാം കാണുന്നത് ഭൗതികനായ ഒരു മനുഷ്യന്റെ പ്രതികാരത്തിന്റെ കാലമാണ്. We see a repercussion of a worldly man, and that's what he sings. ആദാം മുതൽ 7-ാം തലമുറക്കാരനായ ലാമേക്ക് പാടുന്ന പാട്ട് പ്രതികാരത്തിന്റെ കാലമാണ്. And this is a song that he wants to do something against each other at the seventh generation from Adam. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കാത്ത എല്ലാവർക്കും പാടാൻ കഴിയുന്ന പാട്ട് പ്രതികാരത്തിന്റെ കാലം മാത്രമാണ്. And this
place to stand. എന്റെ വായിൽ അവൻ പുതിയൊരു പാട്ട് He തന്നു. gave me a new song. Praise the Lord. Hallelujah. ഈ സംഗീതകാരൻ പറയുന്നത് എന്റെ മിടുക്കൊണ്ട് ഞാൻ പാട്ട് പാടിയെന്നല്ല The പറയുന്നത്. psalmist does not say this by might that I'm singing a എന്റെ song. കഴിവുകൊണ്ട് ഞാൻ പാട്ട് പാടുന്നു എന്നല്ല അവൻ He പറയുന്നത്. does not say this because of my abilities that I'm singing a ഞാൻ song. യഹോവയ്ക്കായി കാത്തിരുന്നു. അവൻ എന്റെ നിലവിളി കേട്ടു. Oh, I waited patiently for the Lord and He heard me. അവൻ എന്നെ കുഴിയിൽ നിന്ന് കരകയറ്റി. He lifted me out from the slimy pit. അത് കരകയറ്റി എന്ന് മാത്രമല്ല എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. And not just that, He lifted me, but He set my feet upon a rock. അത് മാത്രമല്ല എന്റെ ഗമനത്തെ സ്ഥിരമാക്കുവാൻ ഇടയാക്കി. But He gave me a firm place to stand. എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. And He gave me a new song in my mouth. ആ പാട്ടെന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്തുതിയാണ്. It is a praise, that is that song that we ഇന്ന് sing. രാവിലെ നാം കടന്നു വന്ന സമയം മുഴുവനെ നാം കേട്ടുകൊണ്ടിരുന്ന ദൈവത്തിന്റെ സ്തുതി പറയുന്ന കാര്യമാണ്. From the time we arrived here, we've been here listening that we need to give praise unto God. ദൈവത്തിന്റെ രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം മൗനമായി പാരാൻ കഴിയത്തില്ല. A believer such as yourself cannot sit silently ആ as സകലമായ കുഴിയിലും കുഴിനീളത്തിലും കിടന്ന ആ കാര്യം ഓർക്കുമ്പോൾ മൗനമായി പാരാൻ കഴിയത്തില്ല. When you think about when you were in the slimy pit of the world, He lifted you up, you cannot sit silently. ദൈവമായി തന്ന പാട്ട് ഓർത്ത പാട്ടുമായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കിവരും. Let us praise God, thinking of how He set our feet upon a rock. രണ്ടാമത്തെ പാട്ട് വീണ്ടെടുപ്പിന്റെ പാട്ടാണ്. The second song is a song of redemption. നാം പഴയ തരത്തിൽ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ പ്രസംഗിച്ച കാര്യം ഓർക്കുന്നുണ്ട്. I remember a preaching that I did in the old church. ആ ഫിലോമോന്റെ ലേഖനത്തിൽ ഒരു ഞായറാഴ്ച പ്രസംഗിച്ച കാര്യം ഇപ്പോൾ ഓർക്കുന്നുണ്ട്. And one Sunday I was preaching from the book of Philemon. അപ്പോൾ ഞാൻ രക്ഷകൻ എന്നുള്ള വിഷയത്തെ പറ്റി ഒരു കാര്യം പറയാനായിരുന്നു. And I started mentioning something about the word Savior. ആ രക്ഷകൻ എന്ന് പറയുന്ന വ്യക്തി ആരാധിക്കണമെന്ന് പറയാനായിരുന്നു. I explained in that preaching who should a Savior be. എനിക്ക് നീന്തലറിയാതെ ഞാൻ വെള്ളത്തിൽ താണു പോകുമ്പോൾ And when I did not know swimming and I'm falling down into the depths of the water. എങ്ങനെയാണ് നീന്തലെന്ന് പറയുന്ന ഒരാൾക്ക് എന്നെ രക്ഷിക്കാനായിട്ട് കഴിയത്തില്ല. The person who knows how to swim, who can instruct me, will not be able to save me. ഇങ്ങനെ നീന്തണമെന്ന് കരയിൽ നിന്ന് ആരെങ്കിലും കാണിച്ചു തന്നാലും എന്നെ രക്ഷിക്കാനായിട്ട് കഴിയത്തില്ല. If there is someone standing ashore and showing me you need to swim like this, they also cannot rescue me. ആ നീന്തൽ നന്നായി അറിയാവുന്ന ഒരാൾ നീന്തലിന്റെ പ്രോസസ് എനിക്ക് പറഞ്ഞു തന്നാലും എന്നെ രക്ഷിക്കാനായിട്ട് കഴിയത്തില്ല. Even though a good swimmer starts to explain the process of swimming to me, he will not be able to rescue me. രക്ഷിതാവ് ആരെന്ന് ചോദിച്ചാൽ ആ സ്ഥാനത്തേക്ക് വെള്ളത്തിലേക്ക് ചാടി എന്നെ രക്ഷിക്കുന്ന ആളാണ് രക്ഷിതാവാക്കിയിരുന്നത്. Who is a Savior? He is the one who jumps into the water with me and rescues me. ലോകത്തിൽ Hallelujah. അനേക മതങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. We see a lot of religions of this world. അവരൊക്കെ പ്രോസസ് പറയുമ്പോൾ When they explain the process, അവരൊക്കെ നന്നായി ജീവിക്കണമെന്ന് പറയുമ്പോൾ when they explain that you need to live a good life, ഒരു പാപിയെ തേടി ആഴത്തിലേക്ക് ഇറങ്ങുന്ന യേശുവിന്റെ സ്നേഹം മാത്രമാണ്. oh, there is only one love, that's the love of Christ that comes down into the world for you and me. യേശുവിന് മാത്രമേ കുഴഞ്ഞ കെട്ടിൽ നിന്ന് കഴിച്ചവനായിട്ട് കഴിയത്തുള്ളൂ. Only Jesus can lift you up from the miry clay and the slimy pit. അവന് മാത്രമേ പുറത്തു കൊണ്ടുവരുവാൻ കഴിയത്തുള്ളൂ. He is the only one who can bring you out of that. ആരോ പ്രാപിച്ച ദൈവത്തിന്റെ വചനം വീണ്ടെടുപ്പിന്റെ കാര്യം പാടുന്നവരാണ്. And if you had that experience in your life, you should sing the song of redemption. നമ്മുടെ കാര്യങ്ങളിൽ നമുക്ക് ദൈവത്തെ Oh, let's lift up our hands and give praise unto God. എനിക്ക് നിനക്കും പറയുന്നത് ഞാൻ നിങ്ങൾ ഒരു കാലത്ത് കൊണ്ടേറ്റില്ലായിരുന്നു. And you and me can say the same testimony that once we were in the slimy pit. അവൻ എന്റെ കാര്യം പിടിച്ചെന്നെ പുറത്തു കൊണ്ടുവന്നു. He held my hand, He brought me out. എന്റെ ഗമനത്തിന് ഒരു സുസ്ഥിരതയെ ദൈവം നൽകി. He gave me a stable rock to stand on. ദൈവമേക്കാൾ ഞാൻ പോകുന്നുള്ള കാര്യം എനിക്കറിയാം. And I know where I'm going towards. അവൻ പറഞ്ഞിട്ടുണ്ട് വീഴാമെന്ന് നിന്നെ സൂക്ഷിച്ച അക്കരെ കൊണ്ട് എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. And He has promised me that without falling, without stumbling, He'll let me get to the shore. അങ്ങനെ ഓർക്കുമ്പോൾ ഞാൻ എങ്ങനെ പാടാതിരിക്കും? If I think about that greatness, how can I sit silent? അടുത്ത ഗാനവും സങ്കീർത്തനത്തിലാണ് The വായിക്കുന്നത്. next song also we read in Psalm. വായിക്കാനായിട്ട് സമയമില്ല, ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. Let me go forward quickly. 66 സങ്കീർത്തനത്തിന്റെ 16 വാക്യപ്രകാരമാണ് In വായിക്കുന്നത്. Psalm 66 verses 16 we read like this. സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേട്ടി. Let all those who have here come and hear. അവന്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. I will tell you what He has done for my life. അത് സാക്ഷിയുടെ ഗാനമാണ്. And it is the song of testimony. ആ രക്ഷിക്കപ്പെട്ട ദൈവമായ കർത്താവിന്റെ സാക്ഷിയായി നിൽക്കണം. And if you've been saved unto the Lord, you have to be a testimony for God. ഞാൻ ചെയ്ത കാര്യമൊക്കെ പറയാമെന്നല്ല ഇവിടെ It പറയുന്നത്. doesn't say that do all the things that you did. ഞാൻ എന്തൊക്കെ ചെയ്തെന്ന് പറയാമെന്നല്ല പറയുന്നത്. I'm not saying anything that I did. അവൻ Hallelujah. എന്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. I will testify as to what He did for my life. സാക്ഷ്യം പറയാൻ അവസരം ലഭിച്ചാൽ നമുക്ക് പറയാനുള്ള കർത്താവ് ചെയ്ത കാര്യങ്ങളാണ്. If you get the opportunity to testify, you need to testify of what God did. മൂന്നാമത്തെ ഗാനം സാക്ഷിയുടെ ഗാനമാണ്. The third song is a song of testimony. സാക്ഷ്യം എന്ന് പറയുന്ന ഈ 4 ഭിത്തിക്കകത്ത് ഒതുങ്ങുന്നതല്ല സാക്ഷ്യം. The
testimony shouldn't be contained in the four walls of this church. ദൈവത്തിന്റെ വചന അവസരം കിട്ടുമ്പോഴൊക്കെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ നമുക്ക് ഇടയാക്കി. Every opportunity you get in your life, you have to testify with the Lord. ജോലി ചെയ്യുമ്പോൾ ഒരാൾ വിഷമത്തിലാണെങ്കിൽ അവനുമായി സംസാരിക്കുമ്പോൾ കർത്താവിനെ കുറിച്ച് പറയുവാൻ If there is someone sitting in distress at your workplace, share the word of God with them. കർത്താവ് നിന്റെ ജീവിതത്തിൽ ചെയ്തതിനെ പറ്റി പറയുമ്പോൾ And when you say about what God did in your life, നീ അനുഗ്രഹിക്കപ്പെടുക മാത്രമല്ല നിന്നോട് സംസാരിക്കുന്ന വ്യക്തി അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാക്കി. it is not that you will be blessed, but the person you speak to will be blessed as well. Hallelujah. And the psalmist says that come and listen, oh you who fear God, I'll tell you what he did for me. And the fourth song is a song of rejoicing. We read that in the book of Exodus. And we see that Miriam and along with her sister she started praising God. And we know how the Israelites left from Egypt. As they went forward, they saw the Red Sea in front of them. They came to a situation where they could not go forward. The Egyptian army is behind them. Pharaoh is charging against them. There are a few things that we read that Moses tells the people. Moses says that do not be afraid. Stand firm. And you should see the vision that God has prepared for you. What the Egyptians that you saw today, you will never see again. And he says that he proclaims that the Lord will fight the battle for you. And Moses also instructs them to keep quiet. And when you come to chapter 14, അനന്തരം ഇസ്രായേൽ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവിടെ പിന്നാലെ നടന്നു. and the angel of the Lord who had been traveling with them withdrew and went behind them. ദൈവത്തിന് സ്തോത്രം. Hallelujah. വായിച്ചപ്പോൾ പ്രകാരം ചിന്തിച്ചു. And when I was reading that, this is what came to my mind. അവിടെ ഒരു ക്രൂ ചേഞ്ച് തന്നെ സംഭവിച്ചു. And there was a change that happened there. ദൈവത്തിന് ചിലപ്പോഴൊക്കെ ദൈവം ക്രൂ ചേഞ്ച് ഒക്കെ വരുത്തും. And sometimes God changes the position in certain circumstances. പ്രശ്നത്തിലാകുമ്പോൾ ഭാരത്തിലാകുമ്പോൾ അവിടെയൊക്കെ ചേഞ്ച് വരുത്തുവാൻ കഴിയുന്നവരാണ്. When you are in distress, the Lord is able to bring change into your life. അടുത്ത വാക്യം വായിക്കുന്ന അവിടെ പിന്നാലെ നടന്ന മേഘസ്തംഭവും അവിടെ മുമ്പിൽ നിന്ന് മാറി പിന്നിൽ പോയി നിന്നു. And you see that the cloud that was in front of them went behind them as well. 21 വാക്യം വായിക്കുമ്പോൾ പ്രകാരമാണ് വായിക്കുന്നത്. When you read from 21, you read like this. യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റ് അടിപ്പിച്ചു. And the Lord stretched out his hand and sent a great southeast wind. ആ കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. And he turned the water into dry land. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. And therefore the water split in half. ദൈവം ഒരു മഹാശക്തിയുള്ള കിഴക്കൻ കാറ്റ് അടിപ്പിച്ചു. The Lord sent a great and strong east wind. ദൈവത്തിന്റെ ജീവിതത്തിൽ കാറ്റൊക്കെ കടന്നു വരുമ്പോൾ Many times when winds blow in our lives, അത് മഹാശക്തിയുള്ള കാറ്റ് കടന്നു വരുമ്പോൾ it could be that it is very strong. ദൈവത്തിന്റെ ദൈവമേ എന്തിനാണ് ഈ കാറ്റിന്റെ നേരെ വരുന്നതെന്ന് ചോദിച്ചാൽ Sometimes you will ask, why, oh Lord, is this wind so strong in my life? നിനക്ക് ഭയാനകമായി തോന്നിയെന്ന് വന്നാൽ Sometimes you might be afraid looking at the wind. സമുദ്രത്തിൽ വഴിയൊരുക്കുവാൻ കഴിയുന്ന കാറ്റാണെന്നുള്ള കാര്യം മറന്നു Oh, don't forget that the wind is able to create a path amongst the sea. കന്യകാദികൾ അടിച്ച കാറ്റുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. I praise God for the strong winds that blew in our ആ lives. കാറ്റുകളെ ഒക്കെ നടുവിൽ ദൈവത്തിന്റെ വാതിൽ കാണുവാൻ ഇടയായിട്ടുണ്ട്. Amidst all that wind, we saw the hand of God. Hallelujah. നിങ്ങൾക്കാൽ ദൈവസ്ഥനായിരിക്കുന്ന ദൈവത്തിന്റെ വചനം Oh, child of God, if you're sitting here this morning, എനിക്ക് ഈ കാറ്റിന് മുമ്പിൽ നിൽക്കാൻ കഴിയില്ലെന്ന് നീ പറഞ്ഞാൽ and if you think that you cannot stand before the strong ആ wind of God, കാറ്റിന്റെ മുമ്പിൽ ഒരു വഴിയുണ്ടെന്നുള്ള കാര്യം നീ മറന്നു don't പോകുന്നു. forget that there is a way that God is preparing you amongst this wind. ആ കാറ്റടിച്ചു കഴിയുമ്പോൾ വെള്ളം ഇരുപുറവും നിൽക്കുവാൻ ഇടയാക്കി. When that strong wind blows, the water parts way. ലോകത്തിൽ ആരും കണ്ടിട്ടില്ലാത്ത മതിൽക്കെട്ടാണ് അവിടെ കാണുവാനായിട്ട് And കഴിയുന്നത്. you see a great wall that nobody in the world saw. Praise the Lord. Hallelujah. 24 വാക്യം വായിക്കുമ്പോൾ You read from verses 24. പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘത്തിൽ നിന്നു. In the morning the Lord sat on the clouds. ആ മിസ്രയീം സൈന്യത്തെ നോക്കി. And he looked down to the Egyptian army. ദൈവം ഒന്നും ചെയ്തില്ല. The Lord did not do anything. ഒന്ന് നോക്കി. He just looked down. അവൻ അവിടെ നിന്നുകൊണ്ടൊന്ന് നോക്കി. He was just standing there on the clouds looking down. അവന്റെ സൈന്യത്തെ താറുമാറാക്കി. And he destroyed the entire അവന്റെ army. രഥചക്രങ്ങളെ തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി. And he confused the chariots such that they couldn't advance. 27 വാക്യം വായിക്കുമ്പോൾ Verses 27. യഹോവ മിസ്രയീമിനെ കടലിന്റെ നടുവിൽ
And the Lord banished the Egyptians in the midst of the sea. അവരിൽ ഒരുത്തൻ പോലും ശേഷിച്ചില്ല. Not even one person survived. വെള്ളം ഇസ്രായേലിന്റെ ഇടത്തും വലത്തും മതിലായിരുന്നു. And there were great walls of water on their left and right. ഇസ്രായേൽ കടൽക്കരയിൽ ചത്തടിഞ്ഞ് കിടക്കുന്നത് ഇസ്രായേൽ കാണുകയും ചെയ്തു. And Israelites saw the dead bodies of the Egyptians that were inside the water. ഇത് കണ്ടപ്പോഴാണ് മിരിയാം തപ്പെടുത്തത്. As soon as she saw this, that is when she takes her ഇത് കണ്ടപ്പോഴാണ് മിരിയാം സഹോദരിമാരെ വിളിച്ചത്. That is when Miriam started calling her sisters. അവിടെ വായിക്കുന്നവർ പാട്ട് പാടുവാൻ തുടങ്ങിയെന്നാണ്. And you see that she started singing a song. അവർക്കൊരു ജയത്തിന്റെ പാട്ട് പാടുവാനുണ്ട്. It is a song of victory. ദൈവത്തിന്റെ മക്കളെ ഞാൻ പറയട്ടെ, Let me tell you once again. അനേക വർഷങ്ങൾ മിസ്രൈമിൽ പാർത്തപ്പോൾ അങ്ങനെ ഒരു പാട്ട് അവർ പാടിയിട്ടില്ല. Many years they lived in Egypt, they did not sing a song like അവർക്ക് ആ that. പാട്ട് പാടുവാൻ കഴിഞ്ഞത് ചെങ്കടൽ കടന്നപ്പോഴാണ്. After they crossed the Red Sea is when they started singing. ഇത് സ്നാനത്തിന് മുൻകുറിയായി കാണുന്നുണ്ട്. And this shows us an analogy before baptism. സ്നാനപ്പെട്ട ദൈവത്തിന്റെ മേലിലാണ് ആ ജയത്തിന്റെ ഗാനം പാടുവാനായിട്ട് കഴിയുന്നത്. Every person who has been baptized into the blood of Christ can only sing the song. സ്നാനത്തിനെതിരാകുന്ന അനേകർ ഇവിടെ ഇരിപ്പുണ്ട്. There are many people sitting here against baptism. എന്നാൽ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് കഴിഞ്ഞപ്പോൾ But after they came into believing in God, ഒരു baptized, പുതിയ വരവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായിരുന്നു. and there was a great song that came into their അവർക്ക് lives. ഈ ജയത്തിന്റെ പാട്ട് പാടുവാൻ ദൈവം കൃപ നൽകി. And the Lord gave us the opportunity to sing the song of victory. ഞാൻ പറയട്ടെ, ഇന്നലെ വരെ അവരെ കണ്ട് അടിമവേല ചെയ്യിച്ച മിസ്രൈം സൈന്യം മുഴുവൻ Let me tell you this, the entire army who made them slaves up until അവർ yesterday, ചത്തടിഞ്ഞിവിടെ കിടക്കുമ്പോൾ അവർക്ക് ഇസ്രായേൽ ജനത്തിന് ജയത്തിന്റെ പാട്ട് പാടുവാനുണ്ട്. when they were dead in front of them, there was a song of victory there. ഞാൻ വിചാരിച്ചത് പ്രകാരമാണ് അവർ പാടി പ്രകാരമായിരിക്കുമെന്നാണ്. This is what I'm thinking is what they sang. ഫറവോന് ഞാൻ ഇനി അടിമയല്ല. I am no longer a slave to Pharaoh. പരമസിയോന് ഞാൻ അന്യനല്ല. I am not a stranger in this land of God. Praise the Lord. ആ Hallelujah. ജയത്തിന്റെ ഗാനം പാടുവാൻ അവർക്ക് കൃപ ലഭിച്ചു. And they were able to sing the song of victory. ഇനി രണ്ട് മൂന്ന് കാര്യം കൂടെ പറയാനുള്ള സമയം എന്റെ മുമ്പിലില്ല. And my time is short in front of me. അടുത്തതായി കാണുന്ന ഗാനം കാരാഗ്രഹത്തിൽ നിന്നുള്ള ഗാനമാണ്. The next song we see is a song from the prison. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം നമുക്കറിയാം. Acts chapter 16 verses 25 we all know. പൗലോസ് ശീലാസും ഫിലിപ്പിയിലായിരിക്കുകയാണ്. And we know that Paul and Silas there in Philippi. അവിടെ നദിയുടെ കരയിൽ വെച്ച് രുചിയായ കർത്താവിനെ അംഗീകരിപ്പാൻ ഇടയായിത്തീർന്നു. And you see that Lydia accepted Christ in the banks of the shore. അടുത്ത ദിവസം വെളിച്ചപ്പാടത്തിയായ ഒരു സ്ത്രീയുടെ ശരീരത്തിലുള്ള ഭൂതത്തെ ദൈവദാസന്മാർ ശാസിച്ചു. The next day a woman possessed with demon, they rebuked the demon. അവളുടെ യജമാനന്മാർ അത് കണ്ടപ്പോൾ പൗലോസിനെ ശീലാസിനെ പിടിച്ചു. When the masters saw what happened to her, they caught Paul and Silas. അവരെ വളരെ അടിച്ച ശേഷം കാരാഗ്രഹത്തിലാണ്. After beating them mercilessly, they put them in prison. അവരെ നല്ലൊരു ദർശനം പ്രാപിച്ചിട്ടാണ് അവിടെ കടന്നു വന്നത്. And they had a great vision when they arrived ഒരു there. മക്കതോന്യ വിളി ലഭിച്ചിട്ടാണ് അവർ അവിടെ കടന്നു They വന്നത്. had the calling from Macedonia when they arrived there. പൗലോസ് ശീലാസും കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. Now Paul and Silas is in prison. ഞാനാണെങ്കിൽ ചോദിച്ചാൽ, ഞാൻ ശീലാസിന്റെ സ്ഥലത്താണെങ്കിൽ പൗലോസിനോട് ചോദിച്ചേനെ, If I was Silas, I would have asked Paul, അയ്യോ കർത്താവിന്റെ ദാസ, അന്ന് കണ്ടെന്ന് പറഞ്ഞ വെളിപ്പാട് ശരിയായിരുന്നോ? dear pastor, that same vision that you saw, that was that true? മക്കതോന്യയിൽ ഒരു വിളി ലഭിച്ചിട്ടേ നമ്മൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്നത്. Didn't we come here after getting the call from ആ Macedonia? വെളിപ്പാട് ലഭിച്ചിട്ടാ ഇങ്ങോട്ട് വന്നെങ്കിൽ ഈ അടിയൊക്കെ എന്തിനാ നമുക്ക് കിട്ടിയത്? If we got that vision, why are we suffering in prison? എന്തുകൊണ്ടാണ് നമ്മൾ ഈ കാരാഗ്രഹത്തിലാക്കിയത്? Why did we get beaten for? അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമൊന്നും ചെയ്തില്ല. They didn't blame each other. അവർ രണ്ടുപേരും കൂടെ പാട്ട് പാടാനായിട്ട് തുടങ്ങി. They started sitting inside that prison and singing a song. അടി കൊണ്ടവരായെങ്കിലും And even though they were beaten, കാരാഗ്രഹത്തിന് നടുവിലാണെങ്കിലും or even though they were in prison, അന്ന് രാത്രി അവർ പാടി ദൈവത്തെ സ്തുതിപ്പാനിടയായി. at late in the depth of night, they started praising God. സംഭവമെന്നറിയാമോ? Do you know what happened? കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. And the foundations of the prison started shaking. ദൈവത്തിന്റെ വഴിയിലേക്ക് ഭാരങ്ങൾ കൂടി കടന്നു The പോകുമ്പോൾ, child of God, when you go through problems in your ഈ life, പ്രയാസങ്ങൾ കൂടി കടന്നു when you പോകുമ്പോൾ, go through distress in your life, ഹൃദയം മുറിവേറ്റ് വീറുമ്പോൾ, when your heart is heartbroken, കർത്താവിന്റെ സന്നിധിയിൽ പാടാൻ നിനക്ക് വ്യത്യാസം വരും. and sing before the Lord, you will see a change. അവർ പാടുവാൻ തുടങ്ങി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. They started singing, the foundations of the prison started വലിയ shaking. വിടുതൽ അവിടെ ഉണ്ടാകുവാനായിട്ട് ഇടയായി. There was a great deliverance we read. വേഗത്തിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞ് വാക്കിൽ അവസാനിപ്പിക്കാം. Before again. അടുത്ത ഗാനം കാണുന്നത് എഫെസ്യലേഖനത്തിലാണ്. And the next song we read is in Ephesians. 5-ാം അധ്യായത്തിലെ 19-20 വാക്യങ്ങളാണ്. And chapter 5 verses 19 and 20. അവിടെ പറയുന്നു, ആത്മാവ് നിറഞ്ഞവരായി പാടണമെന്ന്. And you need to be filled with the Holy Spirit as you sing. കഷ്ടതയുടെ നടുവിൽ പാടണമെങ്കിൽ And if you need to sing when you're in distress, ആത്മാവ് നിറഞ്ഞവരായിരിക്കുന്നവർക്കേ പാടാനായിട്ട് കഴിയൂ. only if you're filled with the Holy Spirit can you sing a song. അത് മാത്രമല്ല, ദൈവമായ പിതാവിന് എല്ലായ്പ്പോഴും എല്ലാത്തിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം. Not just that, but in all things give praise unto God. കഷ്ടങ്ങളുടെ നടുവിൽ പാടണം
5-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ. And that's in chapter 5 verses 9 and 10. ആ ഗാനത്തിന് ഞാൻ കൊടുക്കുന്ന പേര് സ്വർഗീയന്മാരുടെ ഗാനം എന്നാണ്. And I give the title of that song is a song of the godly men. അവിടെ പ്രകാരമാണ് വായിക്കുന്നത്. And this is what we read here. പുസ്തകം വാങ്ങുവാൻ അതിന് മുദ്ര പൊട്ടിപ്പാൻ നീ യോഗ്യൻ. And you are worthy to take the scroll and to open its seals. നീ അറുക്കപ്പെട്ടു. Because you were slain. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലുള്ളവരും ജാതിയിലുള്ളവരെ നിനക്കായി വിലയ്ക്ക് വാങ്ങി. With your blood you purchased men from every tribe and language. അവരെ നിനക്ക് രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. You made them kingdom and priests to serve our അവർ God. ഭൂമിയിൽ വാഴുന്നു എന്ന പുതിയ പാട്ട് അവർ പാടുന്നു. And they will reign God. That is the new song that they're singing. ഈ ഭൂമിയിൽ നമുക്ക് ചിലർക്ക് പാട്ട് ഇഷ്ടമല്ലേ? And even though on this world we don't like songs, അവ സ്വർഗത്തിൽ ചെന്നാൽ കേൾക്കാൻ പോകുന്ന പാട്ട് മാത്രമാണ്. when you go to heaven, the only thing that you're going to hear is അവർ songs. ഭൂമിയിൽ വാഴുന്നു എന്ന പുതിയ പാട്ട് അവർ പാടുന്നു. And they are reigning on earth is the new song that they're singing. നാം ഒരുമിച്ച് അവിടുത്തെ ഈ പാട്ട് പാടാൻ പോവുകയാണ്. Child of God, when we go to heaven, this is a song that we will be singing. നമ്മെ ഒരു രാജ്യവും പുരോഹിതന്മാരും ആക്കി വെക്കുകയാണ്. And He has given us His kingdom and has been called us as a nation. അവർ വാഴുന്നു എന്നുള്ള പുതിയ പാട്ട് പാടുവാനായിട്ട് പോവുകയാണ്. And it is the song that they reign is what we will sing. Hallelujah. കടന്നു വന്ന ദൈവമക്കളെ, Dear children of God, ദൈവസന്നിധിയിൽ നമുക്ക് സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കാം. this morning let us praise and be happy in the presence of അവരുടെ God. പുതിയ പാട്ട് പാടുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. Let us sing a new song unto God. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം നമുക്ക് അതിനായി ഏൽപ്പിച്ചു Let us കൊടുക്കാം. submit ourselves before the hands of God. പാട്ടുകാരൻ പ്രകാരം പറയുന്നുണ്ട്. And this is what the author says. വീണ്ടെടുപ്പിൻ ഗാനം പാടും ഞാൻ